ഏറെ ആവേശം, അതിലേറെ അഭിമാനം. സഞ്ജുവിൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ നമുക്കൊപ്പം ചേരുകയാണ്. അവിടെ ശാലിനിയുണ്ട്. ശാലിനി, ഇന്നലെ അദ്ദേഹം പറഞ്ഞത് സഞ്ജു തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം അച്ഛൻ്റെ ആത്മവിശ്വാസമാണ്. അപ്പോൾ അച്ഛനും അങ്ങനെ ആയിരിക്കുമല്ലോ. വീണുപോകുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് തലയെടുപ്പോടെ നിൽക്കാൻ കെൽപ്പുള്ള അച്ഛനുമായിരിക്കും ഈ മകൻ്റെ അച്ഛൻ. എന്താണ് പറയുന്നത്? കൃഷ്ണരാജ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യം ഇന്നലെ നേടിയ വിജയത്തിൻ്റെ ആഹ്ലാദത്തിലാണ്. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച്, ഇപ്പോൾ ഞാനടക്കമുള്ള തലസ്ഥാനവാസികളെ സംബന്ധിച്ച് നമുക്ക് കുറച്ചധികം അഭിമാനം കൂടുതലാണ്. കാരണം ഭാരതത്തിൻ്റെ പ്രിയപുത്രൻ, തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം, വിഴിഞ്ഞത്തിൻ്റെ സ്വന്തം സഞ്ജു സാംസൺ ഇന്നലെ കത്തിക്കയറിയ ദിവസമാണ്. കഴിഞ്ഞ കുറേ അധികം നാളുകൾക്ക് മുൻപ് ചില പരിഹാസങ്ങളുണ്ടായിരുന്നു, ചില പരാമർശങ്ങളുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിലൂടെ അറ്റാക്കിംഗ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെയുള്ള ഒരു ഇടിവെട്ട് പെർഫോമൻസ് ആണ് ഈ ഒരു 2020 മത്സരത്തിൽ സഞ്ജു സാംസൺ കാഴ്ചവെച്ചത്. സഞ്ജുവിനെ കൈപിടിച്ച് വളർത്തിയ സഞ്ജുവിനെ ഇത്തരത്തിലുള്ള പ്രചോദനം നൽകിക്കൊണ്ട് ഒരു തളർച്ചയിലും ഒരു വീഴ്ചയിലും വീണു പോകരുത് എന്ന് പഠിപ്പിച്ച സഞ്ജുവിൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ, സഞ്ജുവിൻ്റെ പിതാവ് നമുക്കൊപ്പം, ജനം ടി വിക്കൊപ്പം ഈ മണിക്കൂറിൽ ചേരുകയാണ്. മകനെ ഓർത്ത് അഭിമാനം മാത്രമേ ഉള്ളൂ എന്ന് എപ്പോഴും പറയാറുണ്ട്. എങ്കിൽ പോലും വീണ്ടും ഒരു ക്ലീശേ ചോദ്യത്തിലൂടെയാണ്, എന്ത് തോന്നുന്നു ഇന്നലെ കപ്പ് ഉയർത്തി മകൻ ആദ്യമായിട്ട് T20 വേൾഡ് കപ്പിൽ? എന്താണ് പറയുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. പറയാൻ ഇനി ഇതിനകത്ത് പറയാനൊന്നും ഇല്ല. എല്ലാം കിട്ടേണ്ടതൊക്കെ കിട്ടി. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ റൺ എടുക്കാണ്ട് ഔട്ടാവുന്നു, കളിക്കാനറിയില്ല, ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്നില്ല എന്നൊക്കെയുള്ള പരിഹാസങ്ങളുണ്ടായിരുന്നു. അവർക്കൊക്കെയുള്ള മറുപടിയായിരുന്നു ഇന്നലത്തെ വിജയമല്ലേ? സഞ്ജു പണ്ടേ കളിക്കാരനാകൊണ്ടാണ് അവൻ ഇങ്ങനെ ഈ ഇവിടം വരെ എത്തിയത്. അണ്ടർ 13 മുതൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ടീമിലുണ്ടായിരുന്ന അന്ന് മുതൽ ഇന്ന് വരെ കളിക്കാരനാണ്. ഇപ്പോൾ ഇടയ്ക്കൊരു ചെറിയൊരു വീഴ്ച അവൻ വരുത്തിയതല്ല, അവനെ ഡിസ്റ്റർബ് ചെയ്ത് അവനിൽ നിന്ന് വീഴ്ച ഉണ്ടായതാണ്. അവൻ്റെ കളിയിൽ അവനെ കുറച്ച് ഡിസ്റ്റർബൻസ് അവൻ ഫേസ് ചെയ്തല്ലോ. ആ ഒരു ഡിസ്റ്റർബൻസിൽ വന്ന വീഴ്ചയാണ്, അല്ലാതെ അവൻ വീഴില്ല. അപ്പം ന്യൂസിലൻഡ് തന്നെ ഫൈനലിൽ വരണം, അവനെ അടിച്ച് അവൻ പ്രൂവ് ചെയ്യണം. ഞാൻ ന്യൂസിലൻഡിനെതിരെയും കളിക്കും എന്ന് അവൻ പ്രൂവ് ചെയ്യണം. കാരണം ബാല്യം മുതൽ ഓസ്ട്രേലിയയിൽ പോയാൽ ഓസ്ട്രേലിയക്കെതിരെ നന്നായി കളിക്കും, സൗത്ത് ആഫ്രിക്കയിൽ പോയാൽ സൗത്ത് ആഫ്രിക്കയിൽ നന്നായി കളിക്കും. ഏത് രാജ്യത്ത് പോകണോ അവിടെയൊക്കെ ഒരുപാട് സ്റ്റൈലായിട്ട് ബാറ്റ് ചെയ്ത് തിളങ്ങി വരുന്ന കൊച്ചാണ്. അണ്ടർ 19 ഞാൻ പറയുന്നത് ഈ അണ്ടർ 14 മുതൽ അണ്ടർ 14, 15, 16, 17, 18, 19 കണ്ടിന്യൂ ഇന്ത്യ. അത് കഴിഞ്ഞ് അണ്ടർ 23 ഇന്ത്യ. അവിടെ ഓസ്ട്രേലിയ ഒരു സീരീസ്, അവിടെ പോയി അവിടെയും ചാമ്പ്യനായി വന്നു. അവിടെ ചാമ്പ്യനായി വന്നവനെ അണ്ടർ 9 നമ്മുടെ സീനിയർ വൺഡേ ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ടീമിൽ എത്തിയിരുന്നു. പക്ഷെ 5 മാച്ചും വെളിയിലിരുന്ന് കളി കണ്ടു. അപ്പം വെളിയിലിരിക്കുന്ന ഒരാളല്ല, അവനെ വെളിയിലിരുത്താൻ പറ്റിയൊരു ഇതല്ല, അതെനിക്കറിയാം. അപ്പം മറ്റുള്ളവർക്കൊക്കെ അറിയില്ലല്ലോ. കാരണം എൻ്റെ മകനെ പിടിച്ച് വെളിയിലിരുത്തുന്നവർക്ക് അറിയില്ല അവൻ എന്താണെന്നുള്ളത്. കാരണം അവനെ 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സ് പ്രായം മുതൽ ഞാൻ അവനെ ക്രിക്കറ്റിൽ കാണുന്നതാണ്. അവനെ ഫെയിലാക്കാൻ പറ്റില്ല. പിന്നെ പണ്ട് എൻ്റെ കുട്ടികളുണ്ട് ക്രിക്കറ്റിൽ, ഫുട്ബോളേഴ്സും ക്രിക്കറ്റേഴ്സും ഒക്കെ ആയിട്ട് ഡൽഹി പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കളിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് ഞാൻ എൻ്റെ മക്കളെ അറിയിപ്പിക്കും, 2 പേരെ ഞാൻ ബോൾ ചെയ്യിപ്പിക്കും. ബോൾ ചെയ്തിട്ട് ഞാൻ പറയാം, അവർക്കൊരു ഗിഫ്റ്റൊക്കെ വയ്ക്കും. എൻ്റെ മകനെ ഔട്ടാക്കിയ, എൻ്റെ മക്കളെ ഔട്ടാക്കിയ ഞാൻ ഇന്നത് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞത് ഒരു തവണ ഔട്ടായപ്പോൾ സഞ്ജു ഒരു തവണ ഔട്ടായി. ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ സാധനം അപ്പം എടുത്ത് അവിടെ വെച്ചു. അപ്പോൾ സഞ്ജു എന്നെ നോക്കി. കാരണം അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് അച്ഛൻ പറഞ്ഞ വാക്ക് അപ്പം തന്നെ പാലിച്ച് സാധനം എടുത്ത് വെച്ചു. അതിന് ശേഷം ഇവനെ ഔട്ടാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനിയന്മാരാണ് ക്രിക്കറ്റിലും ഫുട്ബോളിലും ഡൽഹി പോലീസിൻ്റെ എൻ്റെ ജൂനിയേഴ്സ്. ഞാൻ വിളിച്ചാൽ സ്നേഹത്തോടെ വരും. എൻ്റെ മക്കൾക്ക് അവന്മാർ ബോൾ അറിയും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഔട്ടായിക്കോ, ഞാൻ നിങ്ങൾക്ക് ഇന്നത് ചെയ്യാം. പക്ഷേ എൻ്റെ മക്കളെ ഔട്ടാക്കാൻ പറ്റില്ല. സഞ്ജുവിനെ ഒരു തവണ ഔട്ടാക്കി, അതിനുശേഷം സഞ്ജുവിനെ ഔട്ടാക്കാൻ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ പറയും 15 യാർഡിൽ വെച്ച് എറിഞ്ഞോന്ന് പറയും, നീ അവനെ ഔട്ടാക്കുമെന്ന് പറയും. എനിക്ക് എൻ്റെ കുഞ്ഞിനെ അറിയാം, അവൻ്റെ ടാലൻ്റ് അറിയാം. അപ്പോൾ അവനെ പിടിച്ച് കരയിലെത്തുന്നവരോ അവനെ അറിയാത്തവരോ ചെയ്യുന്നതിന് മനസ്സിലായില്ലേ? അതിനെനിക്ക് അവരെ കുറ്റം പറയുന്നില്ല. ഞാനിപ്പോൾ എന്നറിയാമോ, എനിക്കെൻ്റെ മകനെ അറിയാം, അവൻ തിരിച്ചു വരുമെന്നറിയാം, തിരിച്ചു വന്നു. പിന്നെ ഇതുവരെ എൻ്റെ മകനോട് എവിടെയൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടോ എല്ലാം പറഞ്ഞു. എനിക്കൊരു ആഗ്രഹമുണ്ട്, എൻ്റെ മകൻ എവിടെയെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യണം. അവനും ഈ ലോകത്ത് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി, ഈ ലോക ക്രിക്കറ്റിനകത്ത് അവനൊരു സ്ഥാനം ഉണ്ടാകണം എന്ന് അവൻ
പ്രൂവ് ചെയ്യണം. ആ ചെയ്യുന്നതുവരെ എനിക്ക് ഉറക്കമില്ലായിരുന്നു. അവൻ ഈ 3 കളി അവൻ കൃത്യമായിട്ട് അവൻ പ്രൂവ് ചെയ്തു. അവനൊരു ക്രിക്കറ്ററാണെന്ന് അവൻ തെളിയിച്ചു. ബസ്. അപ്പം ഇതുവരെ എൻ്റെ മകനെ പിടിച്ച് പുറത്തിരുത്തിയവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ശല്യങ്ങൾ അവനിൽ ഉണ്ടായോ അവരോടെല്ലാവരോടും എനിക്ക് ഒരു വിഷമവുമില്ല. കാരണം അവർക്ക് എൻ്റെ മോനെ കുറിച്ച് അറിഞ്ഞുകൂടാ. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കുറിച്ച് നന്നായിട്ടറിയാം. അവൻ ചെയ്യുമെന്ന്. ഇപ്പോൾ ലോകകപ്പ് കളിച്ചു, അപ്പം ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു മൊമെൻ്റാണ്, അത് നടന്നു. ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ആഗ്രഹമുണ്ടോ അച്ഛൻ? ഇനി ഒരു ആഗ്രഹമില്ല. അയ്യോ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മകൻ 10-12 വർഷം ഡിസ്റ്റർബായിരുന്നു. അവന് കറക്റ്റായിട്ട് അവന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ അവനൊരു 3 ഒരു 5 ഇന്നിങ്സ് നന്നായി കളിച്ചു, നന്നായി തുടങ്ങി, പെട്ടെന്ന് ഔട്ടായി പോയി. 2 എണ്ണം. അപ്പോൾ അതിന് ശേഷം ഒരു 3 ഇന്നിങ്സ് കളിച്ചു, നന്നായി വന്നു. ഇനി എല്ലാം കിട്ടിക്കഴിഞ്ഞ് അവനെക്കുറിച്ച് നിങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എനിക്ക് അറിയണം എൻ്റെ മകൻ ഇങ്ങനൊരു സാധനമാണ്, അവൻ ഇങ്ങനെ ഒരു ആളാണെന്ന് ഈ ലോക ക്രിക്കറ്റ് വീക്ഷിക്കുന്ന എല്ലാവരും തിരിച്ചറിഞ്ഞു. എൻ്റെ പിള്ളേർ ഇതിനു വേണ്ടിയുള്ള പ്രയത്നമായിരുന്നു ഞാൻ. എൻ്റെ മകൻ ഇങ്ങനൊരാളാണെന്ന് ഈ ലോകം തിരിച്ചറിയണം. ആ സർട്ടിഫിക്കറ്റ് അവന് കിട്ടണം. ഇനി അവൻ കളി നിർത്തിയാൽ പോലെ എനിക്ക് മതി. അവന് കിട്ടേണ്ടത് മാക്സിമം കിട്ടി. മത്സരം കഴിഞ്ഞതിന് ശേഷം, മത്സരത്തിന് മുമ്പും മത്സരത്തിന് ശേഷവും സഞ്ജു വിളിച്ചിരുന്ന എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും? നമ്മളിങ്ങനെ ആത്മബന്ധം ഉണ്ടല്ലോ, അത് വിളിക്കുന്നത് ഈ ഫോർമൽ വിളിയല്ലേ. ഫോർമാലിറ്റി എന്തിനാണ്? അച്ഛനും മക്കളുടെ ഇടയിൽ അല്ലെ അമ്മയും മക്കൾക്ക് ഇടയിൽ ഈ ഫോർമാലിറ്റീസിൻ്റെ കാര്യമില്ലല്ലോ. നന്നായിരിക്കട്ടെ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഫോർമാലിറ്റീസിൻ്റെ കഥയില്ല, ആത്മബന്ധമുണ്ട്. ഒരുപാട് പേർക്ക് പ്രചോദനമാണ്. അപ്പോൾ ഈ മേഖലയിലേക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞോട്ടെ. സഞ്ജു ക്രീസിലെത്തുമ്പോൾ, സഞ്ജു വിക്കറ്റ് കീപ്പ് ചെയ്യുമ്പോൾ, സഞ്ജു ഓരോ 6 ഇങ്ങനെ അടിക്കുമ്പോൾ ജേഴ്സിയുടെ പിന്നിൽ എഴുതിയിരിക്കുന്ന അച്ഛൻ്റെ പേരാണ് സഞ്ജു എന്നല്ല, സാംസൺ എന്നാണ്. നമ്മൾ എവിടെയാണോ ചെല്ലുന്നത് 100% ആത്മാർത്ഥമായിരിക്കുക. അതിനോട് ആത്മാർത്ഥത എന്നൊരു സാധനം സൂക്ഷിക്കുന്നു. കളിച്ചു വളരുന്ന കൊച്ചുമക്കൾ, അവരോട് എനിക്ക് പറയാനുള്ളത്, എന്ത് ജോലി ചെയ്യുന്നോ അതിനോട് 100% അതിന് കൊടുക്കുക. 100% അതിനകത്ത് ഇൻവോൾവ് ആവുക. അതിനുവേണ്ടി എൻ്റെ സഞ്ജു അതിന് ജീവിതം മാറ്റി വെച്ചവനാണ്. നമ്മൾ സഞ്ജു എന്ന് പറയുമ്പോൾ നമ്മുടെ ആങ്കർ ഇപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, വേൾഡ് ക്രിക്കറ്റിൽ നമ്മൾ കാണുന്ന സമയത്തും സഞ്ജുവിൻ്റെ ടീഷർട്ടിൻ്റെ ബാക്കിലുള്ളത് സാംസൺ എന്നാണ്. അപ്പോൾ സ്വന്തം അച്ഛൻ്റെ പേര് തന്നെയാണ് പിന്നിൽ കാണുന്നത്, നമ്പർ ടീഷർട്ടിൽ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു അച്ഛനെന്ന രീതിയിൽ എന്താണ് അച്ഛനും തോന്നുന്നത്? എൻ്റെ 2 മക്കൾക്കും അറിയാം അവരുടെ ജീവിതത്തിൽ ഞങ്ങളെന്താണ്, ഞാൻ എൻ്റെ ശ്രീമതി എന്താണ്. അത് അവൻ എനിക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് എന്ന് പറഞ്ഞത്, അതിനിപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക, എൻ്റെ മക്കൾക്ക് 2 പേർക്കും അറിയാം അവരുടെ അച്ഛൻ അവരുടെ ലൈഫിൽ അവരുടെ കൂടെ എങ്ങനെയായിരുന്നു. അതിനെനിക്ക് അവൻ തരുന്ന സമ്മാനം അത്രയേ ഉള്ളൂ. അച്ഛൻ വൈകാരികമാണ്. കാരണം നമ്മൾ കാണും ചില കൈപിടിച്ച് നമ്മുടെ മക്കളെ കൊണ്ട് നടക്കുന്ന അച്ഛനമ്മമാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ സാംസൺ എന്ന് പറയുന്ന ചേട്ടൻ്റെ ആഗ്രഹം കൂടിയായിരുന്നു, അച്ഛൻ്റെ ആഗ്രഹം കൂടിയാണ് മകനിലൂടെ സാധ്യമാകുന്നത്. അപ്പോൾ കണ്ണ് നിറയാതെ പറ്റില്ല, കണ്ടുകൊണ്ട് നിൽക്കുന്ന എൻ്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. എന്നാലും കൃഷ്ണരാജ് അഭിമാനിക്കാം ഇങ്ങനെ ഒരു അച്ഛനെ സഞ്ജുവിന് കിട്ടിയതിന്. നോക്കൂ, നമ്മുടെ നാട്ടിൽ കളിച്ചു വളർന്ന മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലും വിഴിഞ്ഞത്തുമൊക്കെ ടെന്നീസ് ബോൾ ക്രിക്കറ്റൊക്കെ കളിച്ചു കിടന്ന ഒരു പയ്യൻ ഒരു താരമാകുന്നു, കേരളത്തിൻ്റെ താരമാകുന്നു, ക്യാപ്റ്റനാകുന്നു, ഭാരതത്തിൻ്റെ താരമാകുന്നു. അതിങ്ങനെ തുടരെ കാണുന്നു. ഇപ്പോൾ വെറും 5 മത്സരം കൊണ്ട് അവൻ ആ ടൂർണമെന്റിന്റെ താരമാവുകയാണ്. ലോക കിരീടം നേടിയ ടീമിന്റെ താരം. അച്ഛൻ എങ്ങനെ കരയാതിരിക്കും? ഒരു അച്ഛൻ മകന്റെ സ്വപ്നത്തിന് വേണ്ടി സ്വന്തം കരിയർ പോലും മാറ്റിവെച്ചൊരു മനുഷ്യൻ കൂടിയാണ്. മകൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് സ്വന്തം അച്ഛൻ, അത് അദ്ദേഹം പറയുമ്പോഴുണ്ട് 4 വയസ്സ് മുതൽ എറിയാനും അടിക്കാനും ഒക്കെ പഠിപ്പിച്ച്, ഒരു പക്ഷേ ഈ ഒരു നാട്ടിൻപുറത്ത് നിന്ന്, വിഴിഞ്ഞുമെന്ന് പറയുന്ന നാട്ടിൽ നിന്ന് ഒരു ക്രിക്കറ്റുകാരൻ ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ആ കാലത്ത് അതിനുവേണ്ടി പ്രയത്നിച്ച് ഇന്നിപ്പോൾ ആ പയ്യൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ടൈം സമ്മാനിച്ചൊരു അച്ഛനാണ് എനിക്കൊപ്പം നിൽക്കുന്നത്. ഒരു കുഞ്ഞ്, ഇപ്പോൾ വരുന്ന കുഞ്ഞുങ്ങളോടും ഞാൻ പറഞ്ഞൊരു കാര്യം, എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ മകനെ ഒരു ട്രയൽസിന് കൊണ്ട് നിർത്തി എൻ്റെ മകൻ നന്നായി ചെയ്തു ഞാൻ വെളിയിൽ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്നു. അവിടെ ഒരു ലിസ്റ്റ് ഇടുമ്പോൾ ആ ലിസ്റ്റിനകത്ത് എൻ്റെ കുഞ്ഞ് കണ്ടില്ല എങ്കിൽ ഇനി ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല.
ആ പ്ലാറ്റ്ഫോമിൽ ഇനി ഞാൻ നിൽക്കാൻ പാടില്ല, എൻ്റെ കുഞ്ഞിനെ നിർത്താൻ പാടില്ല. കാരണം ഞാൻ ഇനി അവനെ ആ പ്ലാറ്റ്ഫോം ഇനി ഒരെണ്ണം കിട്ടിയില്ല, അടുത്ത് നിർത്തി കിട്ടിയില്ല. അപ്പോൾ എന്താവും, അവൻ്റെ മാനസികാവസ്ഥ മാറും, സ്പോർട്സിൽ അവന് ഡിസ്റ്റർബ് ആവും. അപ്പോൾ എൻ്റെ കുഞ്ഞില്ലാതായി പോവും. കാരണം അവൻ ഇനി അടുത്ത് ഞാൻ ഇത്ര കളിച്ചിട്ടും കാര്യമില്ല, അവിടെ പോയിട്ട് ഒരു തവണ ട്രയലിന് പോയി കിട്ടിയില്ല, അടുത്ത തവണ ട്രയലിൽ പോയി, ഇതുകൊണ്ട് എനിക്ക് കാര്യമില്ല എന്ന് എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിന് അവൻ തിരിച്ചറിയും. ഞാനിതുകൊണ്ട് കാര്യമില്ല എന്ന് തിരിച്ചറിയും. പക്ഷേ എനിക്ക് തിരിച്ചറിവുണ്ട് എൻ്റെ മകൻ ഇങ്ങനെയല്ല, അവനത് കിട്ടാത്തത് ഞാൻ കിട്ടുന്നിടത്ത് കൊണ്ടു കൊടുക്കും. ഞാൻ അവനോട് അന്ന് അവിടെ വെച്ച് പറഞ്ഞ് അവൻ കരഞ്ഞപ്പോൾ ഞാൻ അവനെ ഇങ്ങനെ ഒരു ചെറിയൊരു പഞ്ചായത്ത് പറഞ്ഞു, ഡേയ് നീ കരയില്ലെന്ന് പറഞ്ഞു, നിനക്ക് ഞാൻ ഗ്രൗണ്ട് തരാൻ ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ നിന്നെയും കൊണ്ട് പോകും. ഇതവനോട് ഞാൻ ഫിറോസ് ഷാ കോട്ട്ലയിൽ ഒരു ഈവനിങ്ങിൽ ആ ലിസ്റ്റ് കണ്ടിട്ട് അവനോട് സംസാരിച്ച കാര്യം, നിന്നെയും കൊണ്ട് ഞാൻ ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ പോകും, ഞാൻ നിനക്ക് ഗ്രൗണ്ട് ഉണ്ടാക്കി തരും, നീ എനിക്ക് പെർഫോമൻസ് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞൊരു കരാർ അവിടെ ഞാൻ എൻ്റെ മോനും കൂടെ ആവുകയാണ്. അന്ന് അവന് 11 വയസ്സ് പ്രായം. ഞാനിന്ന് കോൺസ്റ്റബിളാണ്. ഞാൻ കോൺസ്റ്റബിൾ ആകാൻ കാരണം കോൺസ്റ്റബിളാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ ഹെഡ് കോൺസ്റ്റബിൾ, ഇപ്പോൾ ഇൻസ്പെക്ടർ വരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്. എൻ്റെ മക്കളുമായിട്ട് ബാല്യത്തിൽ ഞാൻ അവരുമായിട്ട് അവരുടെ ട്രെയിനിങ്ങിൽ അവരുടെ കൂടെ നടക്കുമ്പോൾ ഞാനൊരു ഹെഡ് കോൺസ്റ്റബിൾ ടെസ്റ്റ് എഴുതാൻ പോയിട്ടില്ല, ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ എനിക്കൊരു ഹെഡ് കോൺസ്റ്റബിൾ ഇത് കിട്ടും. 6 മാസം ഞാൻ ട്രെയിനിങ്ങിന് പോകേണ്ടി വരും. 6 മാസം ഞാൻ ട്രെയിനിങ്ങിന് പോയാൽ എൻ്റെ കുട്ടികൾ ട്രെയിനിങ് മുടങ്ങും. അവിടെയാണ് സാംസൺ ഇന്ന് കോൺസ്റ്റബിൾ. എന്നെ എല്ലാവരും കോൺസ്റ്റബിൾ എന്ന് അഭിസംബോധന ചെയ്യും. ഞാനും ആരെങ്കിലും പറയും നിങ്ങൾ ഇൻസ്പെക്ടറായിരുന്നോ എസ് ഐ ആയിരുന്നോ? ഇല്ലല്ല, കോൺസ്റ്റബിൾ. ഞാൻ എന്നും എല്ലാവരോടും അഭിമാനത്തോടെ പറയും കോൺസ്റ്റബിൾ, ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ, റിട്ടയർഡ് കോൺസ്റ്റബിൾ സാംസൺ. അപ്പോൾ ഇന്ന് ആ ഒരു ഇതിൽ നിൽക്കുന്ന ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ കോൺസ്റ്റബിൾ എന്ന്. എന്നും എനിക്ക് സർവീസുണ്ട്. എൻ്റെ മകൻ അന്ന് അവിടെ ഡിസ്റ്റർബ് ആയപ്പോൾ അവിടെ തീരുമാനിച്ച് എന്താണ്, ഇനി എൻ്റെ മകൻ ഡൽഹിയിൽ ഒരു ട്രയലിന് ഇറങ്ങില്ല, ഞാൻ ഇറക്കില്ല. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറി എൻ്റെ ശ്രീമതി ഡോറ് തുറന്നപ്പോൾ എൻ്റെ ശ്രീമതിയോട് പറഞ്ഞു പാക്കപ്പ് എന്നൊരു വാക്ക് ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ശ്രീമതി പറഞ്ഞു, പാക്കപ്പ്? എന്ത് പാക്കപ്പ്? ഇത് ചില സിനിമകളിലൊക്കെ ഇങ്ങനെ കേൾക്കുന്നത്, ഇതെന്ത് പാക്കപ്പ്? നമ്മൾ ഡൽഹി വിടുന്നു. അപ്പോൾ എൻ്റെ വീട്ടുകാർ പറയുന്നു, ചേട്ടാ കുട്ടികൾ നന്നായി പഠിക്കുന്നു, 90 above സ്റ്റഡിയാണ്, റോസറി സ്കൂളിൽ പഠിക്കുന്നു, ഡൽഹിയിലെ വിരലുണ്ടാകുന്ന 3 സ്കൂളിൽ തന്നെയല്ല ഒന്ന് റോസറി, ആ സ്കൂളിൽ പഠിക്കുന്ന അത്രയും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ, ചേട്ടാ ജോലി അത്. ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞ് പാക്കപ്പ് എന്നൊരു വാക്ക് പറഞ്ഞോ, പാക്ക്. എൻ്റെ വീട്ടുകാർ എൻ്റെ അമ്മയെ വിളിച്ചു, എൻ്റെ അച്ഛൻ്റെ അനിയത്തിയെ വിളിച്ചു, ഇങ്ങനെയാണ് ചേട്ടൻ ഇങ്ങനെ ഒരു വൃത്തിയായിട്ട് തീരുമാനമെടുത്തു, ഞങ്ങളെ ഇവിടെ നിന്ന് നാട്ടിക്കൊണ്ടുവരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മാതാവിനോടും എൻ്റെ മാമിയോടും ശരി അമ്മ, ശരി ആൻറ്റി, ഞാൻ വരുന്നില്ല, ശരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു. ഞാൻ തീരുമാനിച്ചു, എൻ്റെ മക്കളുടെ ഫൈനൽ എക്സാം കഴിഞ്ഞു, ഞാൻ നേരെ അവരുമായിട്ട് ഇവിടെ കേരളത്തിൽ വന്നു. അത് കഴിഞ്ഞൊരു മാസം പോയിട്ട് ഞാൻ VRS എഴുതി കൊടുത്തു. കാരണം ഇവിടെ കൊണ്ടുവന്നാലും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവണം. കൊച്ചു കുഞ്ഞുങ്ങളാണ്, ഇവിടെ അവരുടെ കൂടെ നമ്മൾ ഉണ്ടാവണം. പിന്നെ ഓരോ പേരൻസിനും ഞാൻ പറഞ്ഞ ഒരേ കാര്യം, നമ്മളൊരു കുഞ്ഞിനെ ഒരു കാര്യത്തിലോട്ട് ഇറക്കി വിടുമ്പോൾ ആ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കണം. നമ്മൾ കൂടെ നിൽക്കാതെ എവിടെയും ഇറക്കി വിട്ടാൽ അവർ ചിലപ്പോൾ തളർന്നു പോകുന്ന വഴിയിൽ അവർക്ക് ചിലപ്പോൾ കിട്ടേണ്ടത് കിട്ടില്ല. പേരൻസ് കൂടെ ഉണ്ടെങ്കിൽ എന്നറിയാമോ, അവർ ചെയ്യേണ്ടത് ചെയ്യും. ഒരിടത്തും തഴയപ്പെടില്ല, ഒരിടത്തും അവർ ഡിസ്റ്റർബ് ആവില്ല. ഈ വരുന്ന ജനറേഷൻ എന്താണ് പറയേണ്ടതെന്ന് ചോദിച്ചല്ലോ, ആ ചോദ്യത്തിനുള്ള ഉത്തരവാണ് നമ്മുടെ മക്കളോട്, നമ്മുടെ മക്കളുടെ കൂടെ അവരെ എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ച് അവരുടെ കൂടെ ഉറച്ച് ചങ്ക് പോലെ നിന്നാൽ ഇങ്ങനെയുള്ള റിസൾട്ടുകൾ ഇനിയും വരും. ശാലിനി, ഒരു കാര്യം കൂടെ വളരെ പെട്ടെന്ന്, സമയമില്ല, എനിക്ക് ഇടപെട്ടെന്ന് ചോദിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ്. വളരെ കാലമായി മനസ്സിൽ ഞാൻ കൊണ്ടുകിടക്കുന്ന ഒരു ആഗ്രഹത്തിൻ്റെ പെർമിഷൻ കിട്ടിയാൽ വളരെ സന്തോഷം. സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. സഞ്ജുവിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതണമെന്ന് ഏറെക്കാലമായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടുപേരും ടോം ജോസഫിനെ കുറിച്ചൊരു പുസ്തകം എഴുതണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിനൊരു പെർമിഷൻ സഞ്ജുവിൻ്റെ കയ്യിൽ നിന്ന് ഈ അച്ഛൻ വാങ്ങിച്ചു തന്നാൽ വളരെ സന്തോഷം. അത് അത്രമേൽ സുന്ദരമാക്കി സഞ്ജു ആദ്യം ബാറ്റ് കൊണ്ട് ഇറങ്ങുന്നത് മുതൽ വിശ്വകിരീടം
നേടുന്നത് വരെയുള്ള നിമിഷങ്ങൾ കോർത്തെനിക്ക് ഒരു പുസ്തകം എഴുതണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അത് അദ്ദേഹത്തോടൊന്ന് സൂചിപ്പിക്കണം. കൃഷ്ണരാജ് ചോദിച്ചൊരു കാര്യം കൂടി ഞാൻ അച്ഛനോട് പറയുകയാണ്. അതായത് സഞ്ജുവിനെ പറ്റി നമ്മുടെ ആങ്കർ കൂടിയായിട്ടുള്ള കൃഷ്ണരാജ് ഒരു പുസ്തകം എഴുതണം എന്ന് ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചെവിയിൽ പറയായിരുന്നു. അപ്പോൾ ആ ആഗ്രഹത്തിന് സഞ്ജുവിനെ ചേർത്ത് നിർത്തി അച്ഛനൊപ്പം ഉണ്ടാകില്ലേ, അതിനൊരു അനുമതി വാങ്ങിത്തരണം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി പറയുന്നത്? അത് അവനോട് ചോദിക്കണം, അത് അവൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ മകനെ പറ്റി പറയുന്നുണ്ടെങ്കിലും അച്ഛൻ്റെ ലൈഫ് കൂടിയാണ് ആ പുസ്തകം. ഞാൻ ഒരു കാര്യം പറയാം, എന്നറിയാമോ, നമ്മുടെ മക്കളൊരു പരിധി വരെ നമ്മുടെ ലെവൽ, അപ്പോൾ ഒരു പരിധി വന്ന് അവരൊരു മെച്ചുവേർഡായി അവരുടേതായ ലൈഫ്. ഇനി അവൻ്റെ ലൈഫിൽ ഞാൻ ഇൻ്റർഫെയർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ 2 മക്കളുടെയും അവരുടെ പ്രായപൂർത്തിയാകുന്നതുവരെയും അവരുടെ കല്യാണം ആകുന്നതുവരെയൊക്കെ ഞാൻ എൻ്റെ മക്കളുടെ ഫുൾ കൂടെ ആസ് എ ഗൈഡായിട്ടും എല്ലാ തരത്തിലും ഞാൻ അവരോടുണ്ടായിരുന്നു. അവർ കല്യാണം കഴിച്ച് ഇങ്ങനെ പോയല്ലോ, അപ്പോൾ അവർ മെച്ചുവേർഡായി. ഇപ്പോൾ എൻ്റെ മക്കളുടെ ഒരു കാര്യത്തിൽ ഞാൻ തല്ലിടാറില്ല, ഒറ്റ കാര്യത്തിൽ. ഇനി അവനോട് ഞാൻ വേണമെങ്കിൽ ചോദിച്ച് അവൻ സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ, അതിനവന് ഓർഡർ ആക്കില്ല. ഒരു അനുമതി വാങ്ങി നൽകാം എന്നുള്ളതാണ് കൃഷ്ണരാജ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ചോദിച്ചു നോക്കാം എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞത്. എന്തായാലും അച്ഛൻ വളരെയധികം ഹാപ്പിയാണ്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം സന്തോഷത്തിലാണ്. ഒപ്പം ഈ ഒരു മേഖലയിലേക്ക് അടക്കം വളർന്നു വരുന്ന കുഞ്ഞു മക്കൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വലിയൊരു സന്ദേശം കൂടി അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യത്തിന് പുഷ് ചെയ്ത് വിടുക മാത്രമല്ല, അവരെ ചേർത്ത് പിടിച്ച് അവരുടെ അവശതകൾക്കും അവരുടെ ക്ഷീണത്തിനും ഒപ്പം നിന്നുകൊണ്ട് വേണം അവരുടെ വിജയത്തിൻ്റെ ഭാഗമാകാൻ. എങ്കിൽ മാത്രമേ വിജയം ഉണ്ടാകൂ എന്നുള്ള ഒരു വലിയ ഗുണപാഠം കൂടി സഞ്ജു സാംസന്റെ അച്ഛൻ നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ കരിയർ അടക്കം മാറ്റി വെച്ചുകൊണ്ടാണ് മക്കൾക്ക് വേണ്ടി അദ്ദേഹം ഇത്രയും ഒരു വലിയ ജീവിതം നൽകിയത് എന്നുള്ളതാണ്. ആ ഒരു സന്തോഷത്തിൻ്റെയും ആ ഒരു മാറ്റിവെക്കലിൻ്റെയും കൂടി ഉള്ള ഒരു ഹാപ്പിനെസ്സാണ് ഇന്നലെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടത്. ആ സന്തോഷത്തിൻ്റെ ഭാഗമാണ് വിഴിഞ്ഞം ഇന്ന്. ഒപ്പം തലസ്ഥാനമടക്കം മലയാളികളും ഭാരതീയരുമൊക്കെ സഞ്ജുവിൻ്റെ പേരിൽ അഭിമാനിക്കുന്നതും സാംസൺ എന്ന് പറയുന്ന ഈ പിതാവിൻ്റെ ലക്ഷ്യബോധവും ഉറച്ച തീരുമാനം കൂടിയാണ്. എന്തായാലും അഭിമാനം മാത്രമാണ് സഞ്ജുവിനും കുടുംബത്തിനുമൊക്കെ ഈ മണിക്കൂറിലുള്ളത്. കൃഷ്ണരാജ്, അശ്വതി. ശരി, എത്ര സംസാരിച്ചാലും മതിയാവില്ല. കാര്യം സഞ്ജുവിൻ്റെ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ കണ്ടത്. അത് സഞ്ജുവിന് BCCIയുടെ നിയമപരിധിയിലൊക്കെ പെട്ടെന്ന് നമ്മളോട് സംസാരിക്കാനൊന്നും പറ്റില്ല, റെസ്ട്രിക്ഷനുണ്ട്. ഓഫ് എയർ സംസാരിക്കാം, ഓൺ എയർ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ സഞ്ജുവിൻ്റെ അച്ഛൻ വന്നത് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു സഞ്ജു. അതായത് ഇന്നത്തെ സഞ്ജുവിനെ ഇങ്ങനെ ആക്കിയ പിതാവാണ്. യെസ്, അപ്പോൾ അതിൽ നമുക്ക് വളരെ സന്തോഷിക്കാം. നമുക്കൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ വൈകാരികമായി കരഞ്ഞു, മാറി നിന്നു. നമ്മുടെ കണ്ണുകൾ നിറഞ്ഞില്ലേ? ഷുവർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വന്ന വഴി മറക്കാത്തവർക്ക് ഉയരങ്ങളിൽ എത്താനാകും. തീർച്ചയായും നമ്മൾ എത്ര ഉയരങ്ങളിൽ എത്തിയാലും ഒന്ന് തിരിഞ്ഞു നോക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന വഴി ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക്, ഭൂമിയോളം താഴാൻ മനസ്സുള്ളവർക്ക് ഭൂമിയേക്കാൾ ഉയരെ, ആകാശത്തോളം ഉയരെ എത്താൻ കഴിയും. അതൊരു പാഠമാണ് അല്ലേ? ആ ഗുണപാഠമാണ്. ഈ അച്ഛൻ്റെ ജീവിതം പലരും മാതൃകയാക്കണം. ഇന്ന് ഒരു കുട്ടി ഒരു ആഗ്രഹം പറഞ്ഞാൽ പല പേരൻസും ആദ്യം പഠിത്തം, പിന്നെ മതി മറ്റു കാര്യങ്ങളെന്ന് പറയുന്ന ഒരുപാട് പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കിടയിലും ഉണ്ട് അങ്ങനെ പേരൻസ്. പക്ഷേ സഞ്ജുവിൻ്റെ അച്ഛൻ സ്വന്തം ജോലി പോലും, കരിയർ പോലും ഉപേക്ഷിച്ച് കേരളത്തിൽ വന്നത് പോലും സഞ്ജുവിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞില്ലേ, ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ എവിടെ വേണമെങ്കിലും സഞ്ജുവിനെ കൊണ്ടുപോകാം. അദ്ദേഹം അവസാനം പറഞ്ഞു നിർത്തിയൊരു കാര്യമില്ല. അതായത് മകൻ എന്താകണമെന്ന് ആഗ്രഹിച്ചത് ഞാനാണ്, ആ വഴി കാട്ടിക്കൊടുത്തത് ഞാനാണ്, ആ വഴിയിൽ എവിടെയൊക്കെയോ എത്തിച്ചതിൽ വലിയ പങ്ക് വഹിച്ചത് അച്ഛനാണ്, ഇനി ഞാനല്ല തീരുമാനിക്കേണ്ടത് മകനാണ് എന്നാണ്. അത്രയും പ്രൊഫഷണലായ ഒരു മകനെ സമ്മാനിച്ച സാംസൺ എന്ന അച്ഛന് ഹൃദയത്തിൽ നിന്ന് നന്ദി. നന്ദി. യെസ്.